ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാനുള്ളതായ വിഷയം കഴുകി വൃത്തിയാക്കി. ഇന്നത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ്. അതിപ്രകാരം പറയുന്നു: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇന്ന് ഈ ലോകത്ത് നമ്മൾ കാണുന്നതായ പല രോഗങ്ങളുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് ശുചിത്വമില്ലായ്മയാണ്. പലപ്പോഴും പല വ്യക്തികൾ, നമുക്ക് ചുറ്റുപാടുമുള്ളതായ വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, വൈകുന്നേരങ്ങളിൽ അവർ ചെറുകടികളല്ലെ സ്നാക്സ് കഴിക്കുവാൻ പോകുമ്പോൾ അതിന് മുൻപായിട്ട് അവർ കൈ കഴുകുവാനായിട്ട് മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നതിലൂടെ പലവിധമാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ അവർ വരുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ ആഹാരത്തിന് മുൻപ് കൈ കഴുകുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതായ മാലിന്യം മാറുകയും രോഗങ്ങൾ വരാതിരിക്കുവാനുള്ളതായ അനുകൂല സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾക്കുണ്ടാകുന്നതായ രോഗങ്ങളുടെ പല കാരണമെന്ന് പറയുന്നത് പലതരം വൈറസുകളാണ്. ആ വൈറസുകളെ നീക്കുവാനായിട്ട് നമ്മൾ സാനിറ്റൈസർ പോലെയുള്ള ശുചീകരണ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാകുന്നതായ വൈറസിനെ നമുക്ക് നീക്കം ചെയ്യുവാനായിട്ട് എന്താണ് സാധിക്കുക? ഏത് സാനിറ്റൈസർ അല്ലെങ്കിൽ ഏത് ശുചീകരണ മാർഗം ഉപയോഗിച്ചാലാണ് നമ്മളുടെ ആത്മീക ജീവിതത്തിലെ വൈറസുകളെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ആത്മീക ജീവിതത്തിന് ഹാനികരമാകുന്നതായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുവാനായിട്ട് ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ യാഗരക്തത്താൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ആ യാഗരക്തത്താലാണ് നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ എപ്രകാരമായിരിക്കണം ശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്ന് ഒരു വ്യക്തി നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടതായ ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിച്ച് നടക്കുമ്പോൾ കർത്താവ് കാൽവറിയിൽ ഒഴുക്കിയതായ ആ രക്തം അത് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരുപക്ഷെ പല വ്യക്തികളും തങ്ങൾക്ക് രക്ഷ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അവർ ഈ രക്തത്തിൽ പങ്കുചേരുവാനായിട്ട് അവർക്ക് സാധ്യമല്ല. പക്ഷേ പലവിധമാകുന്ന ലൗകിക കാര്യങ്ങളുടെ തിരക്ക് മൂലമാകാം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നതായ രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. ആ സൗജന്യമായ രക്ഷ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അതിന് വലിയ വിലയൊന്നും കൊടുക്കണ്ട, മറിച്ച് ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അവൻ ചൊരിഞ്ഞതായ രക്തം നമുക്ക് വേണ്ടിയാണ് എന്നുള്ളതായ ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അവനിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്നീ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതും അപ്രകാരമാണ്. നമ്മൾ ആ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത്. ആ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കണം: യേശുവേ, കാൽവറിയിൽ നിന്റെ രക്തം ചൊരിഞ്ഞതിന് നന്ദി. എൻ്റെ പാപങ്ങളുടെ ശിക്ഷ നീ ഏറ്റതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ പാപം ഏറ്റുപറയുകയും വിശ്വാസത്താൽ നിന്റെ രക്ഷ എന്ന ദാനം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം നമ്മളും ആ വൃത്തിയാക്കലിലേക്ക് കടക്കുവാനായിട്ട്. അപ്രകാരമുള്ളതായ ഒരു വൃത്തിയാക്കലിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായിട്ട് ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ മനോഹരമായ പ്രഭാതത്തിൽ കർത്താവേ, അടിയങ്ങൾക്ക് രക്ഷ ആവശ്യമാണ് എന്നുള്ളതായ കാര്യം അടിയങ്ങൾ മനസ്സിലാക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി അങ്ങ് യാഗമായി തീർന്നുവല്ലോ. ആ രക്തത്താൽ അടിയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കുന്നതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങൾ ഇനിയുള്ള കാലം അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് യാചിക്കുന്നു. ഇത് വീക്ഷിക്കുന്നതായ ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. സർവ്വ അനുഗ്രഹങ്ങളും അവരുടെ മേൽ ചൊരിഞ്ഞ് കർത്താവേ, അങ്ങയുടെ ആ സ്വർഗരാജ്യത്തിന് മുതൽക്കൂട്ടാകുവാനായിട്ട് ഓരോ മക്കളെ അവിടുന്ന് ഒരുക്കിയെടുക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങളെ പ്രാർത്ഥന കേട്ടതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സകലതും അടിയങ്ങൾക്കായി ജീവൻ വെച്ച പൊന്നേശ്വരന്റെ നാമത്തിൽ താഴ്മയോടെ വീക്ഷിക്കുമ്പോൾ കൃപയുടെ കേട്ട് ഉത്തരമല്ലമാറാകണമേ. ആമേൻ.